അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. മാന്യ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ അഖീദ ക്ലാസ്സിലാണ് സംവദിച്ചിരിക്കുന്നത്. ആലമുൽ മലായിക്ക, മലക്കുകളുടെ ലോകം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രത്യേക സിലബസ് ഏർപ്പെടുത്തുകയും അതിൻ്റെ പരീക്ഷ നടക്കുകയും വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണുള്ളത്. അതിൽ നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ്, ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ദർസ് എന്നോണമാണ് നമ്മുടെ ഈ അഖീദ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ബാബുൽ മലായിക്ക, മലക്കുകളെ പരാമർശിക്കുന്ന അധ്യായം എന്നും പറഞ്ഞുകൊണ്ട് നിരവധി ഹദീസുകൾ മഹാനവറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസുകളെയാണ് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഹദീസുകളുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകളെയാണ്. അപ്പോൾ ഇമാം ബുഖാരിയെ സംബന്ധിച്ച് നമുക്കറിയേണ്ടതുണ്ട്. ഈ ഹദീസുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളർപ്പ് വന്നതുപോലും സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട് എന്നുള്ള ചർച്ചകളുടെ കാരണം കൂടെ അതിലുണ്ട്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഒരു ലക്ഷ്മണ രേഖയുണ്ട്. ആ രേഖയിൽപ്പെട്ടതാണ് സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കുക എന്നുള്ളത്. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സ്വഹീഹുൽ ബുഖാരി ഇസ്ലാമിക ലോകത്തെ തർക്കരഹിതമായൊരു പ്രഖ്യാപനമാണ്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥം ബുഖാരിയാണെന്നാണ്. എങ്ങനെയാണ് ആ ബുഖാരി ആധികാരികമായത്? എന്താണ് അതിൻ്റെ പ്രത്യേകത? ആ വിഷയത്തിലേക്കും ഇമാം ബുഖാരിയിലേക്കുമുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ. കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഈ ബുഖാരി ബുഖാരി എന്ന് കേൾക്കാറുണ്ട്. മഹാരഥന്മാരായ ഇബ്നു കസീർ റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ അൽബിദായിൽ, അതുപോലെ ഇമാം ദഹബി അവിടുത്തെ സിയറു അലാമുൻ നുബലയിൽ, അതേപോലെ മഹാനായ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ, അതുപോലെ ഇമാം നവവി അവിടുത്തെ ശറഹ് മുസ്ലിം, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ മഹാനായ ഇമാം ബുഖാരിയെക്കുറിച്ച് വിവരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇമാം ബുഖാരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഇമാം ബുഖാരിയുടെ പേര് മുഹമ്മദ് എന്നാണ്. ഇമാം ബുഖാരിയുടെ പൂർണ്ണമായ പേര്, അറബ് ലോകത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, വാപ്പാടിയും വല്ലിപ്പാടിയൊക്കെ പേര് ചേർത്തി പറയും. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ അൽ മുഗീറത്ത് ബിൻ ബർദിസ്ബഹ് അൽ ജുഹഫി എന്ന പേരിലാണ് അദ്ദേഹത്തെ പറയപ്പെടുക. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം എന്നെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. ഇപ്പോൾ നമ്മളുടെ ഔക്കാഫ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വന്നാൽ, അല്ലെങ്കിൽ അറബ് ലോകത്തെ ഏതൊരു വിജ്ഞാന മത്സരങ്ങൾ നടക്കുകയാണെങ്കിലും അതിലൊക്കെ ചോദിക്കപ്പെടാനുള്ള ചോദ്യങ്ങളിൽപ്പെട്ടതാണ് ഇമാമുകളുടെ പൂർണ്ണ പേരുകൾ. ഇമാം ബുഖാരിയുടെ പൂർണ്ണമായ പേരെന്ത്, മുസ്ലിമിൻ്റെ പൂർണ്ണമായ പേരെന്ത്. അപ്പോൾ അതിൽ ഇമാം ബുഖാരിയുടെ പൂർണ്ണമായ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിനുൽ മുഗീറ. അതുവരെയെങ്കിലും ഓർമ്മയിലുണ്ടാകുക. മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ അൽ മുഗീറ. ഓക്കെ. മുഗീറ, ഓയിന് മുഗീറ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഓമന പേര്, അറബ് ലോകത്തൊരു ഓമന പേരുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഓമനപ്പേര് വേറെ പല ജാതിയായിരിക്കും. അറബികൾ നമ്മളുടെ നാട്ടിൽ ഒരു ഓമനപ്പേരെന്ന് പറയുന്നതിന് കുഞ്ഞത്ത് എന്ന് പറയും. കുഞ്ഞത്ത് എന്ന് പറയും. അത് ഇമാം ബുഖാരിയുടെ ഓമനപ്പേര് അബൂ അബ്ദില്ല എന്നാണ്. അബൂ അബ്ദില്ല.
അറബികൾ ഇങ്ങനെ പറയും, കുട്ടികളെ പേരും കൂടി കൂട്ടി പറയുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അബു അബ്ദില്ല, മനസ്സിലായില്ലേ? മഹാനവറുകൾ ജനിക്കുന്നത്, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഒരു വെള്ളിയാഴ്ച രാത്രിയാണ്. ഒരു വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്. ശവ്വാല് മാസം 13-നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഹിജ്റയുടെ 194 വർഷമാണ്. ഹിജ്റയുടെ 194 വർഷമാണ് മഹാനായ ഇമാം ബുഖാരി ജനിക്കുന്നത്. അതുപോലെ മഹാനവറുകൾ മരണപ്പെടുന്നത് ഹിജ്റയുടെ 256 വർഷമാണ്. ഹിജ്റയുടെ 256 വർഷം ഒരു ചെറിയ പെരുന്നാൾ രാത്രിയിലാണ്. ചെറിയ പെരുന്നാൾ രാത്രിയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 62 വയസ്സുണ്ടാകും. മനസ്സിലായില്ലേ? അപ്പോൾ 62 വയസ്സ് കാലമേ മഹാനവറുകൾ ജീവിച്ചിട്ടുള്ളെങ്കിലും ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മനുഷ്യന്മാരും ഒരു ദിവസം പോലും വിടാതെ ആ മനുഷ്യൻ്റെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനവറുകൾ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ തൻ്റെ പിതാവ് മരണപ്പെട്ടു. വലിയ വലിയ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ യതീമുകളായിരിക്കും. ഇമാം ഷാഫിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തൻ്റെ മാതാവാണ് മഹാനവറുകളെ നോക്കി വളർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ഹിഫ്ളിനുള്ള തോന്നിപ്പിക്കൽ, ഇൽഹാം അള്ളാഹു തആല മഹാനവറുകൾക്ക് നൽകിയെന്നാണ്. അങ്ങനെ ഇസ്ലാമിക ലോകത്ത് അന്ന് വളരെ പ്രസിദ്ധമായിരുന്ന ഗ്രന്ഥങ്ങളൊക്കെ മഹാനവറുകൾ ഹിഫ്ളാക്കുകയാണ് ചെയ്തിരുന്നതെന്നാണ്. നമ്മൾ കിതാബ് പഠിക്കാറുണ്ട്, പക്ഷേ അദ്ദേഹം പഠിക്കുന്നത് ഹിഫ്ളായിട്ടാണ്. മഹാനവറുകൾ പഠിക്കുന്ന കാലത്ത്, ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് മഹാനവറുകൾ ഹിഫ്ളാക്കിയത് 70,000 ഹദീസ് സനദടക്കം. തൻ്റെ പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് 70,000 ഹദീസ് സനദടക്കം മഹാനവറുകൾ ഹിഫ്ളാക്കിയെന്ന് അൽ ബിദായത്തു വൻ നിഹായ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ളവർ പഠിപ്പിക്കുകയാണ്. അതുപോലെ മഹാനവറുകൾ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നത് തൻ്റെ 18-ാം വയസ്സിലാണ് ഇമാം ബുഖാരിയുടെ. അങ്ങനെ ആ സമയത്ത് മഹാനവറുകൾ മക്കയിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നു. അതോടൊപ്പം അവിടെ താമസിക്കുകയാണ്. അവിടെയുള്ള പണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹം ദീൻ പഠിക്കാൻ ശ്രമിക്കുന്നത്. പിന്നീട് ലോകത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് മഹാനവറുകൾ ഇൽമു പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്തു എന്നാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാർ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിന് ചരിത്രകാരന്മാരെല്ലാവരും പറയുന്നത് 1000 പണ്ഡിതന്മാരെക്കാൾ കൂടുതലുണ്ട്. 1000-ലേറെ ഉസ്താദുമാരെ മഹാനവറുകൾ സമീപിക്കുകയുണ്ടായി ദീൻ പഠിക്കാൻ വേണ്ടിയിട്ട്. 1000-ലേറെ ആളുകളെ, മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ, അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മനസ്സിലായില്ലേ? അപ്പോൾ ഇമാം ബുഖാരിയുടെ ഉസ്താദുമാർ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 1000-ലേറെ ഉസ്താദുമാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാണ് ഫിറബ്രി എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹത്തെക്കുറിച്ച് ഖതീബുൽ ബാഗ്ദാദി ഉദ്ധരിക്കുകയാണ്, ഈ പണ്ഡിതനും അദ്ദേഹത്തിൻ്റെ കൂടെ 90,000 പണ്ഡിതന്മാർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 90,000 വിദ്യാർത്ഥികൾ ഇമാം ബുഖാരിയിൽ നിന്ന് സഹീഹുൽ ബുഖാരി കേട്ടിട്ടുണ്ട്. ഫിറബ്രി റഹ്മത്തുള്ളാഹി പറയാണ്, ഞാനും എന്നെപ്പോലെ 90,000 പേർ പല സന്ദർഭങ്ങളിലായിട്ട് ഇമാം ബുഖാരിയിൽ നിന്ന് സഹീഹുൽ ബുഖാരി കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയാം, എനിക്കറിയുന്ന ആളുകൾ ആരിപ്പോൾ ജീവിച്ചിട്ടില്ല, എല്ലാവരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എത്രയോ പണ്ഡിതന്മാർ, ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ ശിഷ്യ സമ്പത്തും ആയിരക്കണക്കായ ഗുരുനാഥന്മാരുടെ ഗുരുസമ്പത്തും മഹാനവറുകൾക്കുള്ളതുപോലെ മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, വമിമ്മൻ റവാനിൽ ബുഖാരി മുസ്ലിമുൻ, സഹീഹ് മുസ്ലിം എന്ന ഹദീസ് ഗ്രന്ഥം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മുസ്ലിം റഹ്മത്തുള്ളാഹി ഇമാം ബുഖാരിയുടെ അടുത്ത് ഹദീസ് പഠിക്കാൻ പോയിട്ടുണ്ട്.
എന്നിട്ട് മഹാനവറുകൾ ഇമാം ബുഖാരിയെ ആദരിക്കുകയും വളരെ ബഹുമാനാദരവുകളോടുകൂടെ വലിയൊരു ഗുരുനാഥനെ ഒരു വിദ്യാർത്ഥി എങ്ങനെ സമീപിക്കുമോ അങ്ങനെ സമീപിക്കുന്നത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഗുരുനാഥന്മാർ അത്തരം കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു, അറിയിച്ചിരുന്നു എന്ന്. അതേപോലെ ഇമാം തിർമിദി, ഇമാം നസായി, നമ്മളൊക്കെ കേൾക്കാറുണ്ട് തിർമിദി, നസായി, ഇവരൊക്കെ ഇമാം ബുഖാരിയുടെ ശിഷ്യപരമ്പരയിൽപ്പെടും. മാത്രമല്ല ഇമാം ബുഖാരി ബഗ്ദാദിലേക്ക് 8 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബഗ്ദാദിൽ ചെല്ലുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അരികിൽ ചെല്ലും. മനസ്സിലായില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സമീപിക്കും. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ത് പറയും? നീ ബഗ്ദാദിൽ നിന്ന് എവിടേക്കും പോവല്ല്, ഖുറാസാന് പോയി നിൽക്കരുത്. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഏകദേശം മജൂസികളുടെയൊക്കെ ഒരു വലിയ കേന്ദ്രമാണ്. എങ്കിലും ബഗ്ദാദാണ് നിനക്ക് നല്ലത്, നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിക്ക് പ്രോത്സാഹനം നൽകുമായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ ബഗ്ദാദിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിരവധി തവണ മഹാനവറുകൾ ബഗ്ദാദിൽ പഠിക്കാനും പഠിപ്പിക്കാനുമായി എത്തിയതായിട്ട് നമുക്ക് ചരിത്രരേഖകളിൽ കാണാൻ കഴിയും. മാത്രമല്ല മൂപ്പരുടെ രാത്രി ടൈമുകൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, ഒരു രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ വല്ല മസ്അലകളും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്നാൽ ഉടനെ അദ്ദേഹം എണീക്കും. എന്നിട്ട് വേഗം വിളക്ക് കത്തിക്കും. എന്നിട്ട് വയക്തുബുൽ ഫാഇദത തമുറു ബിഖാതിരിഹി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന ആശയം പെട്ടെന്ന് രേഖപ്പെടുത്തും. ഇമാം ബുഖാരിക്ക് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ അദ്ദേഹം ഉണർന്നാൽ സുമയത്ഫി സിറാജു, അങ്ങനെ അത് എഴുതി കഴിഞ്ഞാൽ ഉടനെ വിളക്ക് കെടുത്തി കളയും. പിന്നീട് കുറച്ചിങ്ങനെ കിടന്ന് ഉറക്കത്തു നിന്ന് ഇങ്ങനെ ഉണർന്ന് ഇരിക്കുമ്പോൾ വേറൊരു മസല ഓർമ്മ വന്നാൽ സുമ്മയക്കോമറത്തനുഹ്റ, വീണ്ടും എണീക്കും. എന്നിട്ട് വിളക്ക് കത്തിക്കുന്നു, വീണ്ടും അദ്ദേഹം എഴുതുന്നു. അങ്ങനെ ചില രാത്രികളിൽ 20 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മഹാനവറുകൾ ഉണർന്ന് വിളക്ക് കത്തിച്ച് മനസ്സിൽ വന്ന മസല അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷക്കണക്കായ ഹദീസുകളും ഹിഫ്ളാണ്. അപ്പോൾ ഈ ഖുർആനും ഹദീസുകളും ഹിഫ്ളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ, ഇപ്പോൾ നമ്മൾ മലവെള്ളം പുഴയിലൂടെ ഒഴുകി വരുന്നത് പോലെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ്റെ വചനങ്ങളും ഹിഫ്ളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങൾ ഇങ്ങനെ ഒഴുകി വരും. അങ്ങനെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഒരു രാത്രിയിൽ തന്നെ 20 പ്രാവശ്യമോ അതിൽ കൂടുതലോ പ്രാവശ്യം അദ്ദേഹം ഉണരുകയും ഉറങ്ങുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് മഹാനവറുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അങ്ങനെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാം, ഫറഅത് ഉമ്മുഹു ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫഖാല യാ ഹാദി ഖദ് റദ്ദല്ലാഹു അലാ വലദികി ബസറഹു ബികസ്റതി ദുആഇകി. അങ്ങനെ മഹാനവറുകളുടെ മാതാവ് സ്വപ്നം കാണുകയാണ്. ആ മാതാവിൻ്റെ പണി എന്നും കരഞ്ഞു ദ്വേർക്കും അള്ളാഹിനോട്, നിരന്തരമായ പ്രാർത്ഥനയാണ്. ഈ ചെറിയൊരു കുട്ടിക്ക്, ഇപ്പോൾ നമുക്കൊക്കെ കുട്ടിക്കൊരു ജലദോഷം ഉണ്ടായാൽ അതിൻ്റെ വിഷമം നമുക്കറിയാം. എന്നാൽ തൻ്റെ കുട്ടിക്ക് കണ്ണ് കാണൂല എന്ന് പറയുമ്പോൾ ആ മാതാവിൻ്റെ ഉള്ളിലുള്ള വേദന അസഹനീയമാണ്. നമുക്കത് എത്രമാത്രമാണതെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ആ മാതാവ് നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആധിക്യവും നിങ്ങളുടെ നിരന്തരമായ കരച്ചിലും കാരണമായി അല്ലാഹു തആല അവൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്തിരിക്കുന്നു. അന്ന് മുതൽ ബസീർ, മഹാനവറുകൾ കാഴ്ചയുള്ള കുട്ടിയായി മാറുന്നു എന്നാണ്. അതായത് ഒരു ഉമ്മായുടെ പ്രാർത്ഥനയാണ്. യതീമായി കിടക്കുന്ന കുട്ടിയാണ്. അങ്ങനെ മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ തൗഫീഖ് നൽകി എന്നുള്ളതാണ്. ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട്, മഹാനവറുകളുടെ വൈജ്ഞാനിക മേഖലയിലുള്ള ശക്തമായ ഒരു കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫക്കർത്തുൽ ബാരിഹ ഫഇദ അന ഖദ് കതബ്തു ഫീ മുസന്നഫാതി നഹ്വ മിൻ 200,000 ഹദീസ് മുസ്നദൻ. മഹാനവറുകൾ പറയാം,
കാഴ്ചയൊക്കെ കിട്ടി, അള്ളാഹുവിൽ നിന്ന് വലിയ തൗഫീഖൊക്കെ ആയി വളരെ ആവേശോജ്ജലമായി പഠന മേഖലയിൽ മഹാനവറുകൾ ജൈത്രയാത്ര നടത്തുമ്പോൾ മഹാനവറുകൾ പറയാണ്, ഇന്നലെ രാത്രിയിൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞാനിങ്ങനെ പരിശോധിച്ച് നോക്കി. ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ 2 ലക്ഷം ഹദീസുകൾ എൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. 2 ലക്ഷം ഹദീസുകൾ, അതിൻ്റെ പരമ്പരകൾ കൃത്യമായി പരിശോധിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു 10 ഹദീസ് തന്നെ ഒന്ന് കേൾക്കാൻ അല്ലെങ്കിൽ ഒന്ന് വായിക്കാൻ, അതല്ലെങ്കിൽ അതൊന്ന് എഴുതാൻ പറഞ്ഞേൽപ്പിച്ചാൽ ഒരു 10 ഹദീസ് എഴുതിട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില്ലറൊന്നും സമയമാവില്ല, മതിയാകുക. അപ്പോൾ 2 ലക്ഷം ഹദീസുകൾ എൻ്റെ ഗ്രന്ഥങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തി എന്ന് മഹാനവറുകൾ പറയാം. അതോടൊപ്പം അതിനെ ഹിഫ്ളാക്കുകയും ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം മഹാനവറുകൾ സമർക്കന്ദിൽ ചെല്ലുകയാണ്. റഷ്യയുടെ ഒരു ഭാഗമായിരുന്നു അത്. അങ്ങനെ സമർക്കന്ദിൽ ചെന്നപ്പോൾ അവിടെ 400ഓളം പണ്ഡിതന്മാർ അദ്ദേഹത്തെ സംവദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ അവരുമായി ഒരുമിച്ചിരിക്കുകയാണ് മഹാനവറുകൾ. അങ്ങനെ ഈ പണ്ഡിതന്മാരെന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ ഇത്രയും ശക്തമായ ഗ്രന്ഥരചനകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും ഒക്കെ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമുണ്ട്. കാരണം ഹക്കായ കാര്യം കൃത്യമായി പറയുമ്പോൾ ചിലർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ പല പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഒന്ന് ശരിയാക്കാൻ തീരുമാനിച്ചു. വളരെ വലിയ കഴിവുള്ള ആളാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ, വളരെ വലിയ ഹാഫിളാണ് എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും പിടിക്കുന്നില്ല. നല്ല ഇൽമുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ പണ്ഡിതന്മാരെല്ലാം ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു വെച്ചാൽ 400ഓളം പേർ ഇൽമു പഠിക്കാൻ എന്നുള്ള ശൈലിയിൽ അദ്ദേഹത്തെ സമീപിച്ചിട്ട് അവരൊക്കെ എന്ത് ചെയ്തു എന്നറിയോ? ഒരാൾ ഒരു ഹദീസ് പറയും, ഈ ഹദീസിൻ്റെ സനദ് ഇങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് പറയും, മത്തിന് പറയും, എന്നിട്ട് വേറെ ഹദീസിൻ്റെ സനദ് ഈ മത്തിന് കൊടുക്കും. അങ്ങനെ ഹദീസും സനദും ഒക്കെ പാടെ മിക്സാക്കി ഇങ്ങാണ്ട് ഓരോരുത്തർ പറഞ്ഞിട്ട് ഇത് ശരിയാണോ, ഇതിങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ച്, ഇപ്പോൾ ഇന്നമൽ അമാലു ബിനിയാത്ത് എന്നുള്ളൊരു ഹദീസാണെങ്കിൽ അതിൻ്റെ സനദ് അല്ലാതെ വേറെ അൽ മുസ്ലിം സലിമൽ മുസ്ലിമുൻ മിൻ ലിസാനി വയദിഹി എന്നുള്ള ഹദീസ് ഉണ്ടാവും. അതിൻ്റെ സനദ് ഇതിന് വെച്ച്, ഇതിൻ്റെ സനദ് അതിന് വെച്ച്, അങ്ങനെ ഒരുപാട് 100 കണക്കിന് ഹദീസുകൾ സനദും പരമ്പരയും ഒക്കെ മിക്സാക്കിക്കൊണ്ട് ഇമാം ബുഖാരിയോട് ഇങ്ങനെ പറയാണ്, ഇതിങ്ങനെ തന്നെയാണോ, ഇത് ശരിയാണോ, ഈ മത്തിനിൻ്റെ ഈ സനദാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ആ സമയത്ത് ഫറബ്ദ കുല്ല ഹദീസിൻ ഇലാ ഇസ്നാദി വഖവ്വമ തിൽകൽ അഹാദീസ വൽ അസാനിദ കുല്ല. ഇവർ 400ഓളം ആളുകൾ വ്യത്യസ്തമായി പറഞ്ഞ ഹദീസുകൾ ഓരോരുത്തരെ വിളിച്ച് ഇജ് പറഞ്ഞ ഹദീസ് ഇതായിരുന്നു, അതിൻ്റെ സനദ് മറ്റേ ഹദീസിൻ്റെ ആ സനദ് അതിമ്മക്ക് കൊടുത്തിട്ടുള്ളത്, എന്നാൽ ഇതിൻ്റെ സനദ് അതല്ല വേറെയാണ് കേട്ടോ. ആ സനദ് ഇങ്ങനെ ഓരോ റിപ്പോർട്ടർമാരെങ്ങനെ പേര് പറഞ്ഞ് 1 by 1 ആയിട്ട് ഇമാം ബുഖാരി വിവരിച്ചു കൊടുക്കുമ്പോഴാണ് മഹാനവറുകളെക്കുറിച്ച് അവർക്ക് ബോധ്യമാകുന്നത് ഇദ്ദേഹം ഒരു പണ്ഡിതൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം അംഗീകരിക്കാൻ തയ്യാറാവാത്തൊരു അവസ്ഥയായിരുന്നു ആളുകളുടെ ഇടയിൽ. വളരെ മോശമായ വിമർശനങ്ങളും, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ വധിക്കപ്പെടാനുള്ള സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം സംഭവം ഒന്നുമില്ല, ഉള്ളത് ഇസ്ലാമിൻ്റെ പ്രമാണം കൃത്യമായിട്ട് ഉള്ളതുപോലെ മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്, വേറൊരു കുഴപ്പമില്ല. പക്ഷേ ആ കാലത്തൊക്കെയുള്ള വളരെ വലിയ പണ്ഡിതന്മാർ, അതായത് ഇമാം നസായി, തിർമിദി പോലെയുള്ള വലിയ പണ്ഡിതന്മാർ ആരും മഹാനവറുകൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. മഹാനായ ഇബ്നു കതീർ പറയാം, കാല മഹ്മൂദ് ബിൻ നളർ അബു സഹ്ൽ ഷാഫി മദ്ഹബുകാരനായ മഹ്മൂദ് ബിൻ നളർ എന്ന് പറയുന്ന പണ്ഡിതൻ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇറാഖിലെ ബസ്രയിൽ പോയി, അതുപോലെ സിറിയയിൽ പോയി, അതേപോലെ ഹിജാസിൽ പോയി, അതുപോലെ ഇറാഖിലെ കൂഫയിൽ പോയി. അവിടെയുള്ള മുഴുവൻ വലിയ പണ്ഡിതന്മാരോടും ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ അവരെല്ലാവരും ഇമാം ബുഖാരി 1-ാം നമ്പർ മുഹദ്ദിസാണ്, 1-ാം നമ്പർ ഫഖീഹാണ് എന്ന് പറഞ്ഞാൽ ഹദീസ് മാത്രമല്ല കർമ്മശാസ്ത്രവും എല്ലാം മഹാനവറുകൾക്കറിയും. ഇമാം ബുഖാരിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിൽ ഒരു ഹദീസ് പണ്ഡിതൻ എന്നുള്ളതാണ്, മാത്രമല്ല ഷാഫി മദ്ഹബുകാരൻ എന്നുള്ളതാണ്. എന്നാൽ ഇമാം ഷാഫി അങ്ങനെ ഒരു ഷാഫി മദ്ഹബുകാരനല്ല. അദ്ദേഹത്തിൻ്റെ പേര് എഴുതുമ്പോൾ അൽ ബുഖാരിയ ഷാഫി എന്ന് എഴുതും, ഷാഫി മദ്ഹബുകാരൻ എന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന് അൽ ഇൻസാഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ഷാ വലിയുല്ലാഹി ദഹ്ലവി അതിൽ അദ്ദേഹം പറയാം,
വ അമ്മൽ ബുഖാരി ഫഇന്നഹു വഇൻ കാന മുൻതസബൻ ഇല ശാഫി മുവാഫിഖൻ ലഹു ഫീ കസീറിൻ മിനൽ ഫിഖ് ഫഖദ് ഖാലഫഹു ഫീ കസീർ. ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ഷാഫി മദ്ഹബുകാരൻ എന്ന് പറയാറുണ്ട്. അത് ഷാഫി മദ്ഹബിലേക്ക് അദ്ദേഹത്തെ ചേർത്തി പറയാണ്. കാരണം ഷാഫി ഇമാമിനോട് ഒരുപാട് മസ്അലകളിൽ ഇമാം ബുഖാരി യോജിക്കുന്നുണ്ട്. എന്നാൽ ഫഖദ് ഖാലഫഹു ഫീ കസീർ, എന്നാൽ ഒരുപാട് മസ്അലകളിൽ എതിരാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ഷാഫി ഇമാമിൻ്റെ അഭിപ്രായങ്ങൾക്ക് എതിരെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഷാഫി മദ്ഹബിലുള്ള അഭിപ്രായമായി പരിഗണിക്കില്ല. അത് ഇമാം ബുഖാരിയുടെ അഭിപ്രായമായിട്ടാണ് പരിഗണിക്കുക. ഇതേപോലെയാണ് ഇമാം തിർമിദി, നസായി, ഇബ്നു മാജ ഇവരാരും ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കുന്നവരല്ല. അവരൊക്കെ ചേർത്തി പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇമാം ബുഖാരിയെ സംബന്ധിച്ചിടത്തോളം ചേർത്തി പറയലാണ്. ഷാഫി ഇമാമിൻ്റെ മദ്ഹബിലേക്ക് ചേർത്തി പറയുന്നത് നിരവധി മസ്അലകളിൽ ഇമാം ബുഖാരി ഷാഫി ഇമാമിനോട് യോജിച്ചത് കൊണ്ടാണ് ഷാഫി മദ്ഹബിലേക്ക് ചേർത്തി അൽ ബുഖാരിയ ഷാഫി എന്ന് പറയുന്നത്. മഹാനായ മുഹദ്ദിസുകളിൽ വളരെ പ്രസിദ്ധനാണ് ഇമാം ഫല്ലാസ്. അദ്ദേഹം പറയാം, കുല്ലു ഹദീസിൻ ലാ യഅരിഫുൽ ബുഖാരിയു ഫലൈസ ബിഹദീസിൻ. ഇമാം ബുഖാരിക്ക് അറിയാത്ത വല്ല ഹദീസും നിങ്ങൾ പറഞ്ഞാൽ അത് ഹദീസേ അല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിക്ക് അറിയാത്ത ഹദീസിനെ ഹദീസ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളൊരു ഹദീസ് ഇമാം ബുഖാരിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഹദീസ് പിന്നെ ഒരു ഷെയ്ഖിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇമാം ബുഖാരി പറയാണ് എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഹദീസല്ല. അത്രയും ഹദീസുകളെക്കുറിച്ച് അദ്ദേഹം പാണ്ഡിത്യമുള്ള വ്യക്തിയാണെന്നാണ്. എന്നാൽ സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ മൊത്തം വന്നിട്ടില്ല എങ്കിലും ലക്ഷക്കണക്കായ ഹദീസുകൾ മഹാനവറുകൾക്ക് ഹിഫ്ളുണ്ടെന്നും ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, ഇവരൊക്കെ പണ്ഡിതലോകത്തെ വളരെ വലിയ പ്രതിഭകളാണ്. ഇവരെല്ലാം ഇമാം ബുഖാരിക്ക് വളരെ വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ഒരിക്കൽ മഹാനായ റജാ ബിൻ മുറജ്ജ റളിയല്ലാഹു അൻഹു പറയാണ്, ഫളുലുൽ ബുഖാരി, ബുഖാരി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാമെന്നറിയോ? അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം ഒരു വല്ലാത്ത പ്രയോഗമാണ്. റജാ ബിൻ മുറജ്ജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിട്ടോ. അദ്ദേഹം പറഞ്ഞ വേർഡ് ഒരാളും ഒരു പണ്ഡിതനെയും ഇതുവരെ പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഹുവ ആയത്തും മിൻ ആയാത്തില്ലാഹി യംശി അലൽ അർള്. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ്, ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം ഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അള്ളാഹിൻ്റെ ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇമാം ബുഖാരിയെ ഞാൻ കാണുന്നത് എന്ന്. മനസ്സിലായില്ലേ? അതുപോലെ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഒരു ദിവസം ഇമാം ബുഖാരിയെ കാണാൻ പോവുകയാണ്. എന്നിട്ട് ഇമാം ബുഖാരിയുടെ നെറ്റിയിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിടൂ, ഞാൻ നിങ്ങളുടെ 2 കാലും ചുംബിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ സയ്യിദുൽ മുഹദ്ദിസീനാണ്, ഹദീസ് പണ്ഡിതന്മാരുടെ നേതാവാണ്. ത്വബീബുൽ ഹദീസ് ഫി ഇലലിഹി, ഹദീസുകളുടെ രോഗത്തിന് കൃത്യമായ ചികിത്സ നിർദ്ദേശിക്കുന്ന ഡോക്ടറാണ് നിങ്ങൾ. അതായത് ദുർബലമായ അതുപോലെ മൗലുവായ ഒക്കെ ഹദീസുകളുമായിട്ട് ആളുകൾ വരുമ്പോൾ അതിനെ കൃത്യമായി ചികിത്സിക്കാനുള്ള ഒരു ഡോക്ടറാണ് നിങ്ങൾ, മഹാനവറുകളോട് പറയുക. അതുപോലെ ഇമാം തിർമിദി പറഞ്ഞത് ലം മറബിൽ ഇറാഖി വലാ ബി ഖുറാസാൻ ഫീ മഅനൽ ഇലലി വത്താരീഖി വമഅരിഫത്തിൽ അസാനീദി അഅലമ മിനൽ ബുഖാരി. ഇറാഖിലോ ഖുറാസാനിലോ, ഖുറാസാൻ നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഒരു സ്ഥലമാണ്. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ ആ ഭാഗം മുതൽ അങ്ങോട്ട് ഇറാനിലേക്ക് നീണ്ടു കിടക്കുന്ന കുറച്ച് ഭാഗങ്ങളെയാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖുറാസാനിലോ ഇറാഖിലോ ഹദീസുകളുടെ നിദാനത്തെക്കുറിച്ച് അറിയുന്ന ഒരു പണ്ഡിതൻ ഇമാം ബുഖാരിയേക്കാൾ വലിയ ഒരു പണ്ഡിതനില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിക്ക് വേണ്ടി വളരെ വലിയ പണ്ഡിതന്മാർ നിരന്തരമായി പ്രാർത്ഥിക്കും, ആ വിളക്ക് കെടാതെ കത്തി നിൽക്കാൻ, അതിന് ആയുരാരോഗ്യം ഉണ്ടാവാൻ വേണ്ടി. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബിൻ മുനീർ റഹ്മഹുല്ലാ അദ്ദേഹം പറയാണ് ഇമാം ബുഖാരിയോട്, ജഅലകല്ലാഹു സൈന ഹാദിഹിൽ ഉമ്മ, അല്ലാഹു തആല നിങ്ങളെ ഈ ഉമ്മത്തിൻ്റെ, മുഹമ്മദ് നബിയുടെ ഈ ലോകത്തുള്ള ഉമ്മത്തിൻ്റെ സൗന്ദര്യമാക്കി നിലനിർത്തട്ടെ. അങ്ങനെ മഹാനവറുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഇമാം തിർമിദി പറയാണ്, ഫസ്തുജീബ ലഹു ഫിഹി, ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ഇമാം ബുഖാരി ലോകത്തിൻ്റെ പ്രകാശമായി നിൽക്കുക.
എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്താണെന്ന് പറയുമ്പോൾ ആളുകൾ അതിനൊരു പ്രത്യേക സ്വീകാര്യത, ആളുകൾക്ക് അതിനനുസരിച്ച് അമൽ ചെയ്യാനൊരു സുഖം. നമ്മൾ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ നമ്മൾ പറയുകയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഹദീസ് സ്വീകരിക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്കൊരു സന്തോഷമാണ്, ടെൻഷനില്ല. അതല്ലെങ്കിൽ എന്ത് ഖുറാഫാത്താണെന്നാവോ, ഏത് ദഈഫായ ഹദീസാണെന്നാവോ എന്നൊക്കെ നമ്മുടെ ചിന്തയിൽ വരും. അതേപോലെ മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു തഹ്ത അദീമിസ്സമാഇ അഅലമ ബിഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ഫള ലഹു മിൻ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി. ഇബ്നു ഖുസൈമ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പണ്ഡിതനാണ്. സഹീഹ് ഇബ്നു ഖുസൈമ എന്ന് പറഞ്ഞ ലോകപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ്. മഹാനവറുകൾ പറയുന്നത്, ആകാശത്തിൻ്റെ ചോട്ടിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഏറ്റവും ഹിഫ്ളുള്ള വ്യക്തി ഇമാം ബുഖാരിയേക്കാൾ വേറെ ഒരാളെ എനിക്കറിയില്ല. ലൗ ദഹബനാ നുസത്തിറു മാ അസ്നാ അലൈഹിൽ അഇമ്മ ഫീ ഹിഫ്ളിഹി വഇത്ഖാനിഹി വഫിഖ്ഹിഹി വവറഇഹി ലതാല അലൈനാ. മഹാനവറുകളുടെ മദ്ഹികൾ, മഹാനവറുകളുടെ ബൈഹാർട്ടിൻ്റെ ശക്തി, അതുപോലെ മഹാനവറുകളുടെ പാണ്ഡിത്യം, മഹാനവറുകളുടെ ഭക്തി, മഹാനവറുകളുടെ സൂക്ഷ്മത, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയാൻ നിന്നാൽ, അത് എഴുതാൻ നിന്നാൽ നമുക്ക് എഴുതിയാൽ തീർക്കാൻ കഴിയില്ല. അത്രയും വിശാലമായ അറിവിൻ്റെ ഉടമയാണ് മഹാനവറുകൾ. അങ്ങനെ ആ ഒരവസ്ഥയിലിരിക്കുമ്പോൾ ഒരിക്കൽ ബുഖാരി ഇമാം പറയാണ് തൻ്റെ വിദ്യാർത്ഥികളോട്, അർജു അൻ അൽഖല്ലാഹ വലൈസ അഹദുൻ യുതാലിബുനി അൻ ഇഗ്തബതുഹു. മഹാനവറുകൾ പറയുന്നത്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. നാളെ പാരത്രിക ലോകത്ത് ഞാൻ എൻ്റെ വിചാരണ സന്ദർഭത്തിൽ ഏതെങ്കിലും ആളെ ഞാൻ ഈബത്ത് പറഞ്ഞിട്ട് അതിൻ്റെ കണക്ക് തീർക്കാൻ വേണ്ടി മീസാനിൻ്റെ അടുക്കൽ അവൻ വരുന്ന ഒരു രംഗം എനിക്ക് വല്ലാതെ എന്നെ അലട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഈബത്ത് പറയാതെ, ആരെപ്പറ്റിയും മോശമായ അല്ലെങ്കിൽ അവർക്കിഷ്ടമില്ലാത്തൊരു വാക്കും പറയാതെ ജീവിതവുമായി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ അതിൽ കാര്യമായി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്. ആരെയും ഞാൻ ഈബത്ത് പറയരുത്. നാളെ മഹ്ശറിൽ അതിൻ്റെ ഇടപാട് തീർക്കാൻ വേണ്ടി അവിടെ ആരും വരരുത്, അതിലെനിക്ക് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകളോട് തൻ്റെ വിദ്യാർത്ഥികൾ ചോദിച്ചു, താരീഖുൽ കബീർ. ഇമാം ബുഖാരിയുടെ താരീഖുൽ കബീർ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നിരവധി പണ്ഡിതന്മാരെക്കുറിച്ച് ഇദ്ദേഹം സ്വീകാര്യനല്ല, ഇദ്ദേഹം കദ്ദാബാണ്, ഇദ്ദേഹം മറവിയുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ കൂടുതൽ കളവ് പറയുന്ന ആളാണ്, ഇയാളുടെ ഹദീസ് സ്വീകാര്യമല്ല, ഇങ്ങനെയുള്ള, അതായത് ഹദീസ് നിരൂപണ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കുമ്പോൾ റിപ്പോർട്ടർമാർ സ്വീകാര്യരാണോ അല്ലേ എന്നുള്ളത് ചർച്ച ചെയ്യും. എന്തിനു വെച്ചാൽ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ആ ദീൻ കുറ്റമറ്റതാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ നബിയിൽ നിന്ന് കേട്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ വളരെ കറക്റ്റ് കുറ്റമറ്റ വ്യക്തികളായിരിക്കണം. ആ വ്യക്തികളെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്തും. അതാണ് ഹദീസ് നിദാന മേഖലയിൽ, ചരിത്ര മേഖലയിലൊക്കെ ഇമാം ബുഖാരിയൊക്കെ ചരിത്ര ഗ്രന്ഥം എഴുതുന്നതിനാണ് നിലവ് നബിൻ്റെ ഹദീസ് സംരക്ഷിക്കാനാണ്. ഇപ്പോൾ ഹാഫിളുദ്ദീൻ ഇബ്നു ഹജർ അൽ അസ്കലാനി തൻ്റെ അൽ ഇസാബ ഫി തമീസ് സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അതിൽ 5 ലക്ഷം റിപ്പോർട്ടർമാരെ കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്തത്. എന്താ പ്രശ്നം? റസൂലുള്ളാഹിയിൽ നിന്ന് ഹദീസ് നമ്മളിലേക്ക് വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ ന്യൂനതകൾ കൃത്യമായും പരിശോധിച്ചേ പറ്റൂ. എങ്കിൽ എന്തിന്? ഈ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഇമാം ബുഖാരിയോട് ചോദിച്ചു, നിങ്ങൾ ഒരാളെ ഈബത്ത് പറയില്ല എന്ന് നിങ്ങൾ വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ ഈ കിതാബ് എന്താക്കും? ഈ കിതാബിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ചിലരെ പറ്റി കദ്ദാബാണ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പരാമർശങ്ങളുണ്ടല്ലോ. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ലൈസ ഹാദാ മിൻ ഹാദാ, അത് ദീപ്പെട്ടതല്ല. അത് നിർബന്ധമായി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്ന ദീൻ പൊളിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞതായി ഇമാം ബുഖാരി സഹീൽ കൊണ്ടുവരുന്നുണ്ട്. സഹീൽ ബുഖാരിയിൽ 6054 നമ്പർ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ആയിഷ ബീവി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ വന്നിട്ട്, നബി അവിടെ ഉണ്ടോ, എനിക്ക് നബിനായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് സമ്മതം ചോദിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒച്ചുണ്ടാക്കി. അപ്പോൾ റസൂലുള്ള പറയാണ്, ഇഅ്ദനൂലഹു, അവന് സമ്മതം കൊടുക്കും. ബിഇസ് ആഹുൽ അഷീറ,
റസൂലുള്ളാഹിന്റെ പ്രയോഗം ബിഇസ അഖുൽ അശീറ, ഒരു മോശം പിടിച്ചൊരു മനുഷ്യനാണ് വരുന്നത് കേട്ടോ ആയിഷ ബീവിനോട് പറയാൻ. അപ്പോൾ ഒരു മോശപ്പെട്ട ആളാണ് വരുന്നത് എന്ന് ആയിഷ ബീവിനോട് അവിടെ പറഞ്ഞേക്കുന്നത് എന്തിനാ? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധ വേണം അവരുടെ ഭാഗത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം അകത്തേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ബിഇസ അഖുൽ അശീറ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ ഒരു മോശമായ പരാമർശം ആയിഷ ബീവിയോട് അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഫലമ്മാ ദഖല അലാന ലഹുൽ കലാം, ആയിഷ ബീവി പറ, അയാൾ റൂമിക്ക് നബിൻ്റെ അടുത്തേക്ക് സംസാരിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തോട് നബി വളരെ മൃദുലമായ ഭാഷയിൽ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ തേനും പാലും ഒഴുകുന്ന ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽതല്ലദീ ഖുൽത സുമ്മ അലൻത ലഹുൽ കലാം, നിങ്ങൾ എന്നോട് പറഞ്ഞ വർത്താനങ്ങൾ പറഞ്ഞല്ലോ, പക്ഷെ പിന്നെ നിങ്ങൾ അയാൾ കയറി വന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ സംസാരം എന്തോരം മൃദുലമായ ഭാഷയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ആയിഷ ബീവിയോട് പറയാം, യാ ആയിഷ ആയിഷ ഇന്ന ശർറന്നാസി മൻ തറക്കഹുന്നാസ്, ജനങ്ങളിൽ മോശപ്പെട്ട ആളുകൾ ആരാരോ ജനങ്ങൾ ഒഴിവാക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വർത്താനത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കൂടുതൽ അവനോട് വർത്താനം പറയില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ അവരോട് സംസാരിക്കാൻ പോയാൽ ജനങ്ങളുടെ ഇടയിലാണെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞ് നമ്മളാകെ നാണം കിട്ടും. അപ്പോൾ ആ ലെവലിലുള്ള സ്വഭാവമുള്ള ആളുകൾ അവൻ അങ്ങനത്തെ ആളാണ് എന്ന് പറയേണ്ട സ്ഥലത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഈ കാര്യം ദീൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന്. അപ്പോൾ മഹാനവറുകൾ ദീനിൻ്റെ സംരക്ഷണമല്ലാതെ വേറെ ഒരാവശ്യത്തിനും വേണ്ടി തൻ്റെ നാവ് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല മഹാനവറുകൾ ഖുർആനിൻ്റെ കാര്യത്തിൽ വളരെ ഹിഫ്ളുള്ള വളരെ വലിയ ഹാഫിളാണ്. എങ്കിലും മഹാനവറുകൾ എല്ലാ രാത്രിയിലും ഖുർആൻ ഒരു ഖത്തം ഓതി പൂർത്തിയാക്കുമായിരുന്നു. റമളാൻ മാസമായാൽ എല്ലാ രാത്രിയിലും ഖത്തം ഓതും. അപ്പോൾ ഇത്രയും ഹദീദുകൾ പഠിക്കണം, പഠിപ്പിക്കണം, ഇതൊക്കെ ഉണ്ടെങ്കിലും മഹാനവറുകൾ അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസമുള്ള ആളുകളായിട്ടാണ് നമുക്ക് കാണാറുള്ളത്. എന്നാൽ മഹാനവറുകളുടെ പിതാവ് നല്ല ബിസിനസ്സുകാരനായിരുന്നു, നല്ല സമ്പന്നനായിരുന്നു മഹാനവറുകൾ. ആ സമ്പന്നതയുടെ പളവളപ്പൊന്നും മഹാനവറുകളിൽ പ്രകടമായില്ല. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു, നല്ല സമ്പത്ത് അദ്ദേഹം ബാക്കിയാക്കിയിട്ടാണ് പോയത്. എന്നാൽ ഇമാം ബുഖാരി എന്ത് ചെയ്യും, വളരെ രഹസ്യമായി ആരാരും അറിയാത്ത രൂപത്തിൽ മഹാനവറുകൾ സദക്ക ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യവും മഹാനവറുകൾ ശേഖരിക്കുമായിരുന്നു. രാത്രിയിൽ ആരും കാണാത്ത സന്ദർഭത്തിൽ മഹാനവറുകൾ സദക്ക ചെയ്യുമായിരുന്നു. മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള വ്യക്തിയായിരുന്നു എന്നിങ്ങനെയൊക്കെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കുകയാണ്. അതുപോലെ ഇമാം ഹാഫിളു ദഹബി, ഈ ഇമാം ഷാഫി ഇത്രയും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ സമൂഹം അങ്ങനെയല്ല. സമൂഹം നാടോടുമ്പോൾ നടുവേ ഓടുന്ന സമൂഹമാണ്. അപ്പോൾ മഹാനവറുകൾ തൻ്റെ ഈ സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ ഒഴുക്കിനെതിരെ നീന്തേണ്ടി വരും. അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവും. മഹാനവറുകൾ അള്ളാഹുവിൻ്റെ വാക്കുകളെപ്പറ്റി, അള്ളാഹിൻ്റെ വചനങ്ങളെപ്പറ്റി ഒയിറു മഖ്ലൂക്കാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനിനെ പറ്റി, ഖുർആൻ സൃഷ്ടിയാണോ സൃഷ്ടിയല്ലേ എന്നുള്ള തർക്കം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഒയിറു മഖ്ലൂക്കാണ്, അള്ളാഹിൻ്റെ കലാം ഒയിറു മഖ്ലൂക്കാണ് എന്ന് മഹാനവറുകൾ പറഞ്ഞു. വളരെ വിശദമായൊരു ചർച്ചയാണത്. ആ വർത്താനം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെയായി. അതിൽ മഹാനവറുകൾ പിന്നെ ഖൽഖു അഫ്ആലിൽ ഇബാദി എന്നുള്ള ഗ്രന്ഥം, അതേപോലെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും അതിൻ്റെ പേരിൽ അദ്ദേഹം വളരെ ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയനാകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വിവാദമായപ്പോൾ ഹാഫിളു ദഹബി പറയാണ് സിയറു അലാമിൻ നുബലയിൽ, അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഖാലിദ് ബിൻ അഹമ്മദ് ദുഹലി മഹാനവറുകളോട് പറയാണ്, നിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും എൻ്റെ അടുത്ത് ഹാജരാക്കണം, എന്നിട്ട് അതെനിക്ക് വായിച്ച് കേൾപ്പിക്കണം. നിൻ്റെ കിതാബായ
സഹീഹ് ബുഖാരി, അതേപോലെ താരീഖ്, അതേപോലെ ഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് കേൾക്കണം. അദ്ദേഹം ഒരു പഠിക്കാൻ താല്പര്യമുള്ള ഭാഷയിലാണ് പറയുന്നത്. ആ സഹീഹ് ബുഖാരിയും താരീഖുൽ കബീറും അൽ അദബുൽ മുഫ്രദും അതേപോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് നീട് വരിക, എന്നിട്ട് അതെനിക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരണം എന്നാണ്. അപ്പോൾ ഇമാം ബുഖാരി വന്ന ദൂതനോട് പറഞ്ഞ്, അനല അദില്ലുൽ ഇൽമ വല അഹ്മിലുഹു ഇല അബ്വാബിന്നാസ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവിനെ അതിനെ ഞാൻ അപമാനിക്കില്ല, ആളുകളുടെ ഉമ്മരക്കല്ലിലേക്ക് അതിനെ കൊണ്ടുപോയി ഞാൻ അതിനെ നിന്ദിക്കില്ല. ഫഇൻ കാനത് ലക ഇലാ ശൈഇൻ മിൻഹു ഹാജ, നീ ഭരണാധികാരിയാണ്, നിനക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫഹ്ലുർ ഫി മസ്ജിദി ഔ ഫി ദാരി, എൻ്റെ വീട്ടിലേക്കോ ഞാൻ ദർസ് നടത്തുന്ന പള്ളിയിലേക്കോ വന്നോ. വ ഇല്ലം യുജിബിക ഹാദാ ഫഇന്നക സുൽത്താനും ഫംനഇനി മിനൽ മജ്ലിസ്, നിനക്കങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് പഠിക്കാനും അല്ലെങ്കിൽ എൻ്റെ പള്ളിയിൽ വന്ന് പഠിക്കാനും താല്പര്യമില്ല എങ്കിൽ നീ ഭരണാധികാരിയാണ്, എൻ്റെ ക്ലാസ്സുകളൊക്കെ നീ തടയുക. ഭരണാധികാരിക്ക് അതിന് അധികാരമുണ്ട്, നീ തടഞ്ഞോളണം. എന്തിനാ നീ തടയണമെന്ന് ഞാൻ പറയുന്നതെന്നറിയോ? ലിയകൂന ലി ഉദ്റുൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, അള്ളാഹിൻ്റെ അടുക്കൽ നാളെ പാരത്രിക ലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഉദ്ർ പറയണം. എന്തിനെന്നറിയോ? റസൂലിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, മൻ സുഇല അൻ ഇൽമിൻ ഫകതമഹു ഉൽജിമ ബിലിജാമിൻ മിനൻ നാർ, ഒരു പണ്ഡിതനോട് അറിവ് പഠിപ്പിച്ചു തരണം, എനിക്ക് ഇന്ന കാര്യം അറിയണമെന്ന് ആഗ്രഹത്തോടെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ആ പണ്ഡിതന് തീയിനാലുള്ള കടിഞ്ഞാനിടും. അത്രയും ഭീകരമായ ശിക്ഷയാണ് നാളെ പാരത്രിക ലോകത്ത് ഒരു പണ്ഡിതനോട് അറിവ് ചോദിച്ചിട്ട് അദ്ദേഹം അറിവ് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ പെടാതിരിക്കാൻ വേണ്ടി നിന്നോട് ഞാൻ പറയുന്നു, നിന്റെ വീട്ടിൻ്റെ പടിക്കൽ വന്നിട്ട് ഈ ഇൽമിനെ അപമാനിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. ഞാൻ അങ്ങനെ വരാത്തതിൻ്റെ പേരിൽ നിനക്ക് വിഷമമുണ്ടെങ്കിൽ നീ ഭരണാധികാരിയാണ്, എൻ്റെ ഈ നിലവിലുള്ള ദർസ് നീ തടഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ മഹാനായ ഇമാം ബുഖാരിയുടെ ആ നാട്ടിലുള്ള സ്വൈര ജീവിതം കെടുത്തുന്ന രംഗമായിരുന്നു. ഒരു നിലക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ സംജാതമായി എന്നാണ്. ഹാഫിളു ദഹബി പറയാണ്, മഹാനായ ഇബ്നു അബ്ദുൽ ജബ്ബാറു സമർക്കന്തി ഇമാം ബുഖാരിയുടെ കാലത്തുള്ള ആളാണ്. അദ്ദേഹം പറയാണ്, സമർക്കന്ദിലേക്ക് ഇമാം ബുഖാരി വന്നപ്പോൾ അവിടെ അദ്ദേഹത്തിന് വളരെ അടുത്ത കുടുംബങ്ങളുണ്ട് സമർക്കന്ദിൽ. അവിടെ വന്നപ്പോൾ അദ്ദേഹം ആ ആളുകളെ കൂടെ താമസിക്കുകയാണ്, സുഖമില്ലാത്ത അവസ്ഥയിലുമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം രാത്രി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നഹു ഖദ് ലാഖത് ബിയൽ അർളു ബിമാ റഹ്ബത്, അല്ലാഹുവേ ഖദ് ലാഖത് അലയ്യൽ അർളു ബിമാ റഹ്ബത്, ഈ ഭൂമി വളരെ വിശാലമാണ്, പക്ഷേ റബ്ബേ ഈ ഭൂമി ഇന്ന് എനിക്ക് കുടുസായിരിക്കുന്നു, എനിക്കിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും വലിയ പ്രയാസത്തിലാണ് റബ്ബേ ഞാൻ. ഫഖ്ബിൽനി ഇലൈക്, അല്ലാഹുവേ എൻ്റെ റൂഹിനെ നീ പിടിക്കണമേ, നീ എന്നിലേക്ക് എന്നെ പിടിക്കണമേ, നിന്നിലേക്ക് എന്നെ പിടിക്കണമേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ ഹാഫിളു ദഹബി പറയാ, ഫമാ തമ്മ അശ്ശഹ്റു ഹത്താ മാത്, ഒരു മാസം പൂർത്തിയായില്ല അപ്പോഴേക്ക് മഹാനവറുകൾ ആ നടത്തിയ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നു. അങ്ങനെ മഹാനവറുകൾ സമർക്കന്ദിലെ ഹർതങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. 2 ഫർസഖ് എന്ന് പറയും അറബിയിൽ. 2 ഫർസഖ് ദൂരെയുള്ള സ്ഥലമാണ് ഹർതങ്ക് എന്ന് പറയുന്ന സ്ഥലം. അവിടെ അദ്ദേഹം മരണപ്പെടുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാൻ, ഞങ്ങളോട് ഇമാം ബുഖാരി ഇവിടെ വന്നപ്പോൾ വളരെ വിഷമമുള്ള അവസ്ഥയിലായപ്പോൾ ഞങ്ങളോട് അദ്ദേഹം വസിയത്ത് ചെയ്തത്, അൻകഫിനൂനി ഫി സലാസതി അസ്വാബിൻ ബീളിൻ ലൈസ ഫിഹാ ഖമീസും വലാ ഇമാമ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയും, 3 വസ്ത്രത്തിൽ എന്നെ കഫൻ ചെയ്യണം. വെള്ള വസ്ത്രത്തിലായിരിക്കണം കഫൻ ചെയ്യേണ്ടത്, അതിൽ തലയെക്കെട്ടും നിസ്കാര കുപ്പായൊന്നും വെക്കരുത് കേട്ടോ, അങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇൽബസുൽ ബയാൽ വകഫിനു ഫിഹാ മൗതാക്കും, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക, നിങ്ങളിൽ നിന്ന് മരിച്ച ആളുകളെ
വെള്ളവസ്ത്രത്തിൽ കഫൻ ചെയ്യുക എന്ന റസൂലുള്ളാഹിയുടെ ഹദീസുണ്ട്. സുന്നത്താണ്, നമുക്ക് വെള്ളവസ്ത്രം ധരിക്കുന്നത് ഒരു സുന്നത്തായ കർമ്മമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഇമാം ബുഖാരിയെ മഹാനവറുകൾ പറയാ, അങ്ങനെ ഞങ്ങൾ കഫൻ ചെയ്ത് ഫലമ്മാ ദഫന്നാഉ ഫാഹ മിൻ തുറാബി ഖബ്രിഹി റായിഹത്തുൻ ഗാലിയത്തുൻ അത്യബു മിനൽ മിസ്ക്. അദ്ദേഹത്തിൻ്റെ ഖബർ കുഴിച്ചിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ അവിടെ മറമാടിയപ്പോൾ അവിടെ നിന്ന് വളരെ വലിയ സുഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന്. മഹാന്മാർക്ക് കറാമത്ത് ഉണ്ടാകുമെന്നില്ല നമുക്ക് യാതൊരു തർക്കമില്ലല്ലോ. ആ കറാമത്ത് കച്ചവടം ചെയ്യണതാണ് പ്രശ്നം, മനസ്സിലായില്ലേ? അങ്ങനെ ഫദാമദാക്ക അയ്യാമൻ, ഒരുപാട് ദിവസം അങ്ങനെ അത് നീണ്ടു നിന്നപ്പോൾ ജാഹിലുകളായ ആളുകൾ വന്ന് ഖബറുമെന്ന് മണ്ണ് മാരാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായി. എന്നിട്ട് മഹാനവറുകൾ പറയാം, വലം നകുൻ നഖ്ദിറു അലാ ഹിഫ്ളിൽ ഖബ്രി ബിൽ ഹുറാസ്. ആ ഖബറിനെ ഈ ആളുകൾ ചെന്നിട്ട് വലിയ ബിദ്അത്തും കുലുമാലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ തടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി, അത്രയും ബുദ്ധിമുട്ടായി. അങ്ങനെ വഗുലിബ്ന അലാ അൻഫുസിന, ഞങ്ങൾ തളർന്നു, ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ഫനസബ്ന അലൽ ഖബ്രി ഹശബൻ മുശബ്ബകൻ ലം യകുൻ അഹദുൻ യഖ്ദിറു അലൽ ഉസൂലി ലിൽ ഖബർ. ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? മരം കൊണ്ടിട്ട് ഞങ്ങൾ നല്ല വെയിലുണ്ടാക്കി, ഒരു കുട്ടിക്കും ആ ഖബറിൻ്റെ അടുത്തേക്കാണ് പോകാൻ പറ്റാത്ത കോലത്തിൽ ഞങ്ങൾ അതിനെ ഭദ്രമായിട്ട് തടഞ്ഞു. സീറോ അലമിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കറാമത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമ്പോഴേക്ക് പിന്നെ അവിടുത്തെ മണ്ണുമാരി തിന്നുക, അതേപോലെ തന്നെ അയാളോട് പോയി പ്രാർത്ഥിക്കുക, അതേപോലെ ആ ഖബർ ജാറം മൂടുക, അതുപോലെയുള്ള സർവ്വ ഫസാദുകളും, അത്തരം ഫസാദ് ചെയ്യുന്നതിനെ ഞങ്ങൾ വളരെ ശക്തമായി, ഞങ്ങൾക്ക് തടയാൻ കഴിയാത്ത രംഗമാണെങ്കിലും ഞങ്ങൾ അതിനെ തടഞ്ഞ് ആളുകൾക്ക് അനങ്ങാൻ പറ്റാത്ത രൂപത്തിലാക്കിയതാണ്. അപ്പോൾ ഇത്രയും അള്ളാഹുവിലേക്ക് അടുത്ത ഒരു മഹൽ വ്യക്തിത്വമാണ് മഹാനായ ഇമാം ബുഖാരി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മഹാനവറുകളുടെ സഹീനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും, ഇമാം നവവി തൻ്റെ ശറഹ് മുസ്ലിമിൽ പറയാം, ഇത്തഫഖൽ ഉലമാഉ അലാ അന്ന അസഹൽ കുതുബി ബഅദൽ ഖുർആനിൽ അസീസ് അസ്സഹീഹാനിൽ ബുഖാരി വ മുസ്ലിം. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഖുർആനിന് ശേഷം ഏറ്റവും മഹത്തായ സഹീഹ് ഗ്രന്ഥം ബുഖാരിയും മുസ്ലിമുമാണ്. എന്നാൽ ആ രണ്ടെണ്ണത്തിൽ വെച്ച് ഏറ്റവും അസഹാദ് വഅസഹുമാ വഅക്തറുമാ ഫവായിദ വ മആരിഫ, മഹാനായ ഇമാം ബുഖാരിയുടെ സ്വഹിയാണ് അതിൽ ഏറ്റവും പുണ്യമായിട്ടുള്ളത്, ഏറ്റവും മഹത്തായതും ആധികാരികമായിട്ടുള്ളതും എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹ് മുസ്ലിമിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് ഇമാം നവവി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം ഇവിടെ 9:30 നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം, അതായത് നമ്മളുടെ ഇമാം ബുഖാരിയുടെ സഹീഹ് എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാൻ സമയം കിട്ടിയിട്ടില്ല. ബുഖാരിയെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു. വളരെ വിശാലമായി പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ തർജ്ജിമ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വിവരിക്കാറുണ്ട് മണിക്കൂറുകളോളം. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഒരു മാനസികാവസ്ഥ, ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഇത് ഉണർത്തിയിട്ടുള്ളത്. ഇനി സഹീഹുൽ ബുഖാരി, എന്തുകൊണ്ട് ഈ സഹീഹുൽ ബുഖാരി ഇത്ര ആധികാരികമായി എന്നുള്ളത് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിച്ച് പിന്നെ ബാക്കി നമുക്ക് ആലമുൽ മലായിക്ക എന്ന വിഷയം ഇമാം ബുഖാരി ചർച്ച ചെയ്യുന്നതുമായി നമുക്ക് മുന്നോട്ട് പോകാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതിനെയും കേട്ടതിനെയും സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ ദർസ് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒരു മുതഅല്ലിമായി ജീവിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീ ഇൽമ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴി അള്ളാഹു തആല ഉണ്ടാക്കി തരുന്ന. അപ്പോൾ ഈ ദർസ് നമുക്കൊരു സ്വർഗത്തിലേക്കുള്ള ഒരു എളുപ്പ വഴിയായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ബുഖാരിയുടെ ബാബുൽ മലായിക്ക എന്ന അധ്യായം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പരീക്ഷയും, അപ്പോൾ നമുക്കൊരു ബുഖാരിയിൽ ബാബുൽ മലായിക്കത്ത് ഞാൻ പഠിച്ചു, അതിൽ പരീക്ഷ എഴുതി എന്നുള്ളൊരു മനസ്സമാധാനം നമുക്കുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് പ്രകടിപ്പിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ. ഇൽഹാം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു